പാലസ്തീൻ ജനതയെ ഗാസയിൽ നിന്ന് കുടിയിറക്കും എന്ന വിവാദ പ്രസ്താവനയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. അതേസമയം ലോകരാഷ്ട്രങ്ങൾ മുഴുവനും ട്രംപിൻ്റെ ഈ പ്രസ്താവനയിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അറബ് രാഷ്ട്രങ്ങളും യൂറോപ്യൻ യൂണിയനും ഐക്യരാഷ്ട്ര സംഘടനയും ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഈ വീഡിയോയിൽ 3 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. 1, ട്രംപിൻ്റെ ഈ പദ്ധതി പ്രായോഗികമാണോ? 2, എന്താണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും? 3, ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും? ആദ്യമായി പാലസ്തീനികളെ ഗാസയിൽ നിന്ന് പുറത്താക്കുക പ്രായോഗികമാണോ എന്ന് പരിശോധിക്കാം. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ പ്രായോഗികമാണ് എന്ന് തന്നെയാണ് ഉത്തരം. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ ഈ വീഡിയോയുടെ അടുത്ത ഭാഗങ്ങൾ കൂടി കാണുമ്പോൾ വളരെ വ്യക്തമാകും. ഹമാസും അവരുടെ കൂട്ടാളികളും പുരപ്പുറത്ത് കയറി വിളിച്ചു പോകുന്നത് അവർ യുദ്ധം ജയിച്ചു എന്നാണ്. എന്നാൽ എന്താണ് സത്യം? ആദ്യം നമുക്ക് ഗാസയുടെ ഇപ്പോഴത്തെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഈ യുദ്ധം തുടങ്ങിയത് എങ്ങനെയാണ്? ആരാണ് ഈ യുദ്ധം തുടങ്ങി വെച്ചത്? 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി കണ്ണിൽപ്പെട്ട 1200ഓളം ഇസ്രായേലികളെ കൂട്ടക്കശാപ്പ് നടത്തുകയും 251ഓളം നിരപരാധികളെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതിനു ശേഷമല്ലേ ഇസ്രായേൽ ഹമാസിനെ ആക്രമിക്കാൻ തുടങ്ങിയത്? അതിനുശേഷം ഹമാസ് എന്ത് നേടി? ഹമാസിന്റെ അടിസ്ഥാന ആവശ്യം എന്താണ്? പാലസ്തീൻ രാഷ്ട്രം വേണം എന്നല്ലേ? തങ്ങൾ യുദ്ധം ജയിച്ചു എന്ന് പുരപ്പുറത്ത് കയറി തള്ളിമറിക്കുന്നവർക്ക് പാലസ്തീൻ രാഷ്ട്രം കിട്ടിയോ? ഇല്ലെന്നത് മാത്രമല്ല, പാലസ്തീനികൾ ഇപ്പോൾ ഒന്നടങ്കം ഗാസയിൽ നിന്നുള്ള കുടിയിറക്ക് ഭീഷണിയിലാണ്. ഒരു യുദ്ധത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ നാശനഷ്ടം എന്താണ്? അത് ആൾനാശം തന്നെയാണ് എന്നുറപ്പല്ലേ? ഒക്ടോബർ 7 1200 ഇസ്രായേൽ പൗരന്മാർക്കും ഹമാസുമായുള്ള യുദ്ധത്തിൽ 1700 ഇസ്രായേൽ സൈനികർക്കും അടക്കം 2900 ഇസ്രായേലികൾക്ക് ജീവൻ നഷ്ടമായപ്പോൾ ഹമാസ് ഭീകരർക്കും അവരുടെ കൂട്ടാളികൾക്കും നഷ്ടമായത് 48,000 പേരാണ്. അതും കൂടാതെ ഹമാസ് ഭീകര സംഘടനയുടെ നിരവധി തലവന്മാരാണ് 1 by 1 ആയി ഹൂറിമാരുടെ അടുത്തെത്തിയത്. അടുത്തത് വസ്തുവകകളുടെ നാശനഷ്ടം. ഹമാസും ഹൂത്തികളും ഇറാനും ഹിസ്ബുള്ളയും ചേർന്ന് 10,000 റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് അയച്ചിട്ടും കാര്യമായ ഒരു പോറൽ പോലും ഇസ്രായേലിനേറ്റിട്ടില്ല. ഇസ്രായേലികൾ നിർഭയരായി അവരുടെ സ്വൈര ജീവിതം ഇപ്പോഴും തുടരുന്നു. മറുഭാഗത്ത് ഗാസയിലോ 80% കെട്ടിടങ്ങളും പപ്പടം പോലെ പൊടിഞ്ഞു തകർന്നു. ഗാസയിൽ എന്താണ് ഇനി അവശേഷിക്കുന്നത്? 90% ഗാസക്കാർക്കും കിടപ്പാടം നഷ്ടമായി നാടുകോടികളായി അലയുന്നു. ഗാസ ഇപ്പോൾ താമസയോഗ്യമാണോ? അവിടുത്തെ 80% കെട്ടിടങ്ങളും തകർന്നടിഞ്ഞു കഴിഞ്ഞു. അവശേഷിക്കുന്ന കൽക്കൂനകളും മണ്ണും പൊടിയും ലക്ഷക്കണക്കിന് ടണ്ണുകൾ വരും. ഇവ നീക്കം ചെയ്യാനുള്ള വാഹന സൗകര്യം അവിടെയുണ്ടോ? പെട്രോൾ പമ്പുകളുണ്ടോ? സാങ്കേതിക വിദ്യ ഉണ്ടോ? ഗാസയിൽ മടങ്ങിയെത്തുന്നവർ എന്ത് ഭക്ഷിക്കും? അവിടെ എന്ത് കൃഷിയാണ് ഇപ്പോൾ നിലവിലുള്ളത്? നെൽപ്പാടങ്ങളുണ്ടോ? ഈന്തപ്പനകൾ, ഗോതമ്പ്, ചോളം, എന്തെങ്കിലും കൃഷി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവ ഭക്ഷ്യയോഗ്യമാണോ? 1 വർഷത്തിലേറെയായി നിരന്തരം നടക്കുന്ന ബോംബിങ്ങിൽ സകലവും ഉയർന്ന അളവിൽ വിഷമയമായില്ലേ? ഇനിയും പൊട്ടാതെ കിടക്കുന്ന ബോംബുകളും ഷെല്ലുകളും ഉയർത്തുന്ന ഭീഷണി വേറെ. അഭയാർത്ഥി ക്യാമ്പുകളിൽ എത്തുന്ന ഭക്ഷണപ്പൊതികൾ കൊള്ളയടിക്കുന്ന ഹമാസ് ഭീകരരുടെ വീഡിയോകൾ ഇന്റർനെറ്റിൽ സുലഭം. ഗാസക്കാർക്ക് അസുഖം വന്നാൽ എവിടെ ചികിത്സിക്കും?
സകല ആശുപത്രികളിലും രോഗികളുടെയും ഡോക്ടർമാരുടെയും വേഷം കെട്ടിച്ച് ഭീകരന്മാരെ കുത്തി നിറച്ചു. അതിൻ്റെ ഫലമോ ആശുപത്രികൾ ഒന്നൊന്നായി ഇസ്രായേൽ തകർത്തു. ഇനി എത്ര ആശുപത്രികൾ ബാക്കിയുണ്ട് അവിടെ? എത്ര ഡോക്ടർമാർ ബാക്കിയുണ്ട്? എത്ര മരുന്നുകളും ഉപകരണങ്ങളും ബാക്കിയുണ്ട്? ഗാസയിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണ്ടെന്നാണോ? സകല സ്കൂളുകളിലും കുട്ടികളെപ്പോലും മനുഷ്യമറയാക്കി ഭീകരർ അഴിഞ്ഞാടി. അതിൻ്റെ ഫലമോ സ്കൂളുകളും ഇസ്രായേലിന് ബോംബിട്ട് തകർക്കേണ്ടി വന്നു. 5ഉം 6ഉം വയസ്സുള്ള കുട്ടികൾക്ക് കളിപ്പാട്ടമായി ആളെ കൊല്ലുന്ന തോക്കുകളും ബോംബുകളും കൊടുത്ത് വളർത്തുന്നവർക്ക് സ്കൂളുകൾ ഇല്ലെങ്കിലും ഒരു ചുക്കുമില്ല. ഗാസയിലെ ജനങ്ങൾക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റുമോ? എന്ത് വ്യവസായമാണ് അവിടെ അവശേഷിക്കുന്നത്? എണ്ണപ്പാടങ്ങളുണ്ടോ? ഫാക്ടറികൾ, വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ, 22 ലക്ഷം ജനതയുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യമുണ്ടോ അവിടെ? ശുദ്ധജലം ഇസ്രായേൽ തരണ്ടേ? വൈദ്യുതി ഇസ്രായേൽ തരണ്ടേ? ഏതെങ്കിലും അറബ് രാഷ്ട്രങ്ങൾ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ കൂട്ടർക്ക് പോലും നിങ്ങളെ വേണ്ട എന്ന പരമാർത്ഥം ഇനിയെങ്കിലും ഗാസക്കാർ തിരിച്ചറിയണം. യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നും നിങ്ങളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് ഇതോടൊപ്പം ചേർത്ത് കണ്ടാൽ നിങ്ങൾക്ക് നല്ലത്. ഗാസയിലെ സമസ്ത മേഖലകളും തകർത്ത് തരിപ്പണമാക്കി സ്വന്തം ജനതയെ കൊലയ്ക്ക് കൊടുത്ത് ലോകത്തിന് മുന്നിൽ പിച്ചയെടുത്ത് നിൽക്കുന്ന ഒരു നാടായി ഗാസയെ മാറ്റിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഹമാസിനും അവരുടെ കൂലിപ്പടയ്ക്കും മാത്രമാണ്. എന്നിട്ടും നിങ്ങൾ പറയുന്നു മരിച്ചാലും ഗാസ വിട്ടുപോവില്ലെന്ന്. ആത്മവിശ്വാസം നല്ലതാണ്, എന്നാൽ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാതെയുള്ള അമിത ആത്മവിശ്വാസം ദോഷമേ ചെയ്യൂ. ഗാസ വാസയോഗ്യമല്ലെന്ന് ട്രംപ് വീമ്പടിച്ചതല്ല. ഹമാസന്മാർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം. ചുരുക്കത്തിൽ ഗാസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് അനുകൂലമായ പശ്ചാത്തലമാണ് നിലവിലുള്ളത്.